നിങ്ങൾ അയച്ചു തന്ന ഈ കുറിപ്പുകൾ, അതായത് ഈ വാട്സാപ്പ് സന്ദേശങ്ങളും PDF-ഉം ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ചില ആളുകളെ നമ്മൾ കാണാറില്ലേ, വ്യായാമം ചെയ്യാൻ യാതൊരു ഉദ്ദേശവുമില്ല, പക്ഷെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് ട്രാക്ക് സ്യൂട്ടും ഷൂസും ഒക്കെ ഇട്ട് നടക്കും. അതെ, ശരിക്കും ഒരു ഫാൻസി ഡ്രസ് പോലെ. അതെ അതെ, കൃത്യം. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ അത്ലറ്റുകളാണെന്ന് തോന്നും, പക്ഷെ ഒരു ബസ് പിടിക്കാൻ വേണ്ടി പോലും അവരൊന്നും ഓടാൻ തയ്യാറാകില്ല. നിങ്ങൾ പങ്കുവെച്ച ഈ സ്രോതസ്സുകൾ വിരൽ ചൂണ്ടുന്നത് മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാര്യത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഇതേപോലൊരവസ്ഥയിലേക്കാണ്. ശരിയാണ്. ആ ഉപമ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ആഴത്തിലുള്ള അന്വേഷണത്തിന്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് കൃത്യമായി കാണിക്കുന്നുണ്ട്. അതായത് ഉള്ളടക്കത്തേക്കാൾ ഉപരി നമ്മൾ എന്തിനെയോ പ്രതിനിധീകരിക്കുന്ന ആ പുറംമോടിയിലാണോ കൂടുതലായി ശ്രദ്ധിക്കുന്നത് എന്ന വലിയൊരു ചോദ്യമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്, അല്ലേ? തീർച്ചയായും. നമ്മൾ ധരിക്കുന്ന വസ്ത്രമോ ഉപയോഗിക്കുന്ന ബ്രാൻഡോ നമ്മുടെ ഒരു ഐഡന്റിറ്റിയായി മാറുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ നൽകിയ സ്രോതസ്സുകളിലെ ഏറ്റവും രൂക്ഷമായൊരു വിമർശനം എന്താന്ന് വെച്ചാൽ, പലർക്കും ഇന്ന് മതം എന്നത് ഒരു വലിയ കാർ ഓടിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതമായ ഒരു ജോലി പോലെയോ ഉള്ള ഒരു വെറും സോഷ്യൽ സ്റ്റാറ്റസ് മാത്രമായി മാറിയിരിക്കുന്നു എന്നതാണ്. ഓ, അതൊരു വലിയ പ്രസ്താവനയാണല്ലോ. മതം ഒരു സോഷ്യൽ സ്റ്റാറ്റസായി മാറുന്നു എന്ന് പറയുന്നത്. അതെ. ഇപ്പോൾ ഒരു ഫാഷൻ ബ്രാൻഡായ സാറയുടെ വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് പലരും ഇസ്ലാമിനെയോ മറ്റു മതങ്ങളെയോ സമീപിക്കുന്നതെന്ന് ഈ കുറിപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആന്തരികമായി മാറാനും ശ്രമിക്കുന്നതിന് പകരം തങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു ലേബൽ മാത്രമായി വിശ്വാസങ്ങൾ ചുരുങ്ങിപ്പോകുന്നു. ിച്ചിട്ടുള്ള ആദം, മോശെ, അബ്രഹാം, യേശു തുടങ്ങിയ പ്രവാചകന്മാരൊന്നും ഒരേ ഭാഷ സംസാരിക്കുന്നവരോ ഒരേ സംസ്കാരം പിന്തുടരുന്നവരോ ആയിരുന്നില്ലല്ലോ. ഒരിക്കലുമല്ല. അവർ തികച്ചും വ്യത്യസ്തരായിരുന്നു. അതെ, അവരുടെ വസ്ത്രധാരണാ രീതികൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. അങ്ങനെയെങ്കിൽ അറബി ഭാഷയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വസ്ത്രമോ താടിയോ ഒന്നുമല്ല ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകമെന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് ഈ ബാഹ്യമായ അടയാളങ്ങളെ ആളുകൾ ഇത്രത്തോളം മുറുകെ പിടിക്കുന്നത്? അതിന്റെ കാരണം ശരിക്കും മനുഷ്യന്റെ മനഃശാസ്ത്രത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ മനുഷ്യർക്ക് സ്വാഭാവികമായും ഒരു കൂട്ടത്തിന്റെയോ ഗോത്രത്തിന്റെയോ ഒക്കെ ഭാഗമാകാൻ വലിയ താൽപ്പര്യമുണ്ട്. അതൊരു പ്രത്യേകതരം സുരക്ഷിതത്വം നൽകുന്നുണ്ട്. ഒരുതരം ഗോത്രമനോഭാവം. അതെ അതെ. പക്ഷേ ആ ഗോത്രമനോഭാവം അതിരുവിടുമ്പോൾ നമ്മൾ ആത്മീയതയുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കുന്നു. നിങ്ങളുടെ കുറിപ്പുകൾ ഇതിനെ വിശദീകരിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു തലത്തിലാണ്. അതായത് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരെ നന്മയിലേക്ക് നയിക്കുന്നതിനും പകരം സ്വന്തം മതത്തെ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡിനെ പോലെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയൊരു വീഴ്ചയാണ്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. സ്വന്തം ഗ്രൂപ്പിനെ ലോകത്തിലെ ഏറ്റവും മികച്ചതായി കാണാനും അതിന്റെ ബാഹ്യമായ അടയാളങ്ങളെ മാത്രം പ്രകീർത്തിക്കാനും ശ്രമിക്കുന്നത് സത്യത്തിൽ ഈശ്വരനിലുള്ള വിശ്വാസത്തിന് പകരമായി സ്വന്തം ഗ്രൂപ്പിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഇതിനെ ഇസ്ലാമിക പദാവലിയിൽ ഷിർക്ക് എന്നാണ് സ്രോതസ്സുകളിൽ വിശേഷിപ്പിക്കുന്നത്. ഷിർക്ക് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്നല്ലേ പറയാറുള്ളത്? അതെ, സാധാരണയായി അങ്ങനെയാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ ദൈവത്തിന് പകരം സ്വന്തം ഗ്രൂപ്പ് ഐഡന്റിറ്റിയെ പ്രതിഷ്ഠിക്കുന്നതും അതേ തെറ്റാണെന്ന് ഈ കുറിപ്പുകൾ വാദിക്കുന്നു. ഈ ഗോത്രമനോഭാവം തന്നെയാണ് പലപ്പോഴും മറ്റു മതങ്ങളെ ശത്രുക്കളായി കാണാൻ പ്രേരിപ്പിക്കുന്നതും. സ്വന്തം ബ്രാൻഡ് വലുതാകണമെങ്കിൽ മറ്റുള്ളവരുടേത് മോശമാണെന്ന് വരുത്തി തീർക്കേണ്ടതുണ്ടല്ലോ. ശരിയാ, അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇവിടെയാണ് നിങ്ങൾ അയച്ചു തന്ന കുറിപ്പുകളിലെ ആ അടിസ്ഥാന ആശയം വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. ഖുർആനിലെ സൂറ ഫുസ്സിലത്ത് 41-ാം അധ്യായം 43-ാമത്തെ വരി സ്രോതസ്സുകളിൽ എടുത്തു പറയുന്നുണ്ട്, നിനക്കു മുമ്പുള്ള ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാതെ നിന്നോട് മറ്റൊന്നും പറയപ്പെടുന്നില്ല എന്ന്. ആ ഒരു വരി വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, അതായത് പുതിയതായി യാതൊരു സന്ദേശവും ആരും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം പഴയതിന്റെ തുടർച്ച മാത്രമാണ്. സത്യത്തിൽ ആ ഒരൊറ്റ വരിയാണ് ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ആഴത്തിലുള്ള അന്വേഷണത്തിന്റെ അടിത്തറ എന്ന് തോന്നുന്നു. അതെ അതെ, ആ വരിയുടെ പ്രായോഗികമായ തെളിവാണ് നിങ്ങൾ നൽകിയ ആ PDF ഡോക്യുമെന്റ്. ലോകത്തെ എല്ലാ പ്രധാന വിശുദ്ധ ഗ്രന്ഥങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് 6 പൊതുവായ ആശയങ്ങൾ ആ ഡോക്യുമെന്റിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ 6 ആശയങ്ങൾ? ഇപ്പോൾ അതൊരു കേവലം ഉപരിപ്ലവമായ താരതമ്യമല്ല എന്നാദ്യം മനസ്സിലാക്കണം.
തികച്ചും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ വളർന്നുവന്ന സംസ്കാരങ്ങൾ എങ്ങനെയാണ് ഒരേ ധാർമ്മിക മൂല്യങ്ങളിൽ എത്തിച്ചേർന്നത് എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിലൊന്നാമത്തെ ആശയം ദൈവത്തിന്റെ കാരുണ്യവും ക്ഷമയുമാണ്. ശരി. രണ്ടാമത്തേതോ? രണ്ടാമത്തേത് ദൈവിക നീതിയും ഉത്തരവാദിത്വവുമാണ്. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു അണുവിട നന്മയും തിന്മയും കൃത്യമായി വിലയിരുത്തപ്പെടും എന്ന ഖുറാനിലെ ആശയവും വിതയ്ക്കുന്നത് കൊയ്യും എന്ന കർമ്മസിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും ആശയവും അടിസ്ഥാനപരമായി ഒരേ കാര്യമാണ് സംസാരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കണക്കുപുസ്തകമുണ്ട് എന്ന ബോധം. അത് വളരെ വ്യക്തമാണ്. ബാക്കിയുള്ള ആശയങ്ങളും ഇതിനോട് ചേർന്ന് നിൽക്കുന്നവ തന്നെയാണ് ആ കുറിപ്പുകളിൽ. മനുഷ്യന്റെ അന്തസ്സ് എന്നതാണ് അതിലൊന്ന്. ദരിദ്രരോടും അനാഥരോടുമുള്ള കരുതലും എല്ലാ മതങ്ങളുടെയും കാതലായ സന്ദേശമാണ്. തീർച്ചയായും. പിന്നെ ലോകമെമ്പാടും പ്രശസ്തമായ ആ ഗോൾഡൻ റൂൾ. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്യുക എന്നത്. അതെ അതെ. കൺഫ്യൂഷ്യനിസം മുതൽ ഇസ്ലാം വരെ ഈ തത്വം പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായി മനുഷ്യരാശിയുടെ ഉത്ഭവം ഒന്നാണ് എന്നാശയം. വസുധൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്ന ഹിന്ദുമതത്തിലെ സങ്കല്പം വരെ ഇതിലെടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പോ ഈ 6 കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കുറിപ്പുകളിൽ നിന്ന് തന്നെയുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ചരിത്രപരമായി നോക്കുമ്പോൾ ഒരു വലിയ വിരോധാഭാസം ഇതിലില്ലേ? എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അതായത് ബൈബിൾ പോലെയുള്ള മറ്റ് ഗ്രന്ഥങ്ങളില് കാലക്രമേണ മനുഷ്യരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയ്ക്ക് ഖുറാനെ പോലെ ചരിത്രപരമായ സംരക്ഷണം ലഭിച്ചിട്ടില്ലെന്നും ആ കുറിപ്പുകളിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെ സമ്മതിക്കുന്ന ഗ്രന്ഥങ്ങളിലെ ആശയങ്ങളെ മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ഖുറാനുമായി എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? ഇതൊരു പ്രശ്നമല്ലേ? വളരെ നല്ലൊരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് ചരിത്രപരമായ കൃത്യതയിലല്ല, മറിച്ച് മനുഷ്യന്റെ മനഃശാസ്ത്രത്തിലാണ്. ഈ സ്രോതസ്സുകളിൽ ഫിത്ര എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫിത്രയോ? അതിന്റെ അർത്ഥമെന്താണ്? അതിന്റെ അർത്ഥം മനുഷ്യന്റെ നൈസർഗികമായ പ്രകൃതം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സഹജമായ നന്മ എന്നാണ്. കാലക്രമേണ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും മനുഷ്യരുടെ ഇടപെടലുകളോ മാറ്റങ്ങളോ വന്നിട്ടുണ്ടാകാം. ഭാഷാപരമായ പരിഭാഷകളിൽ അർത്ഥങ്ങൾ മാറിയിട്ടുണ്ടാകാം. പക്ഷെ മനുഷ്യന്റെ ഈ ഫിത്രയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാർവലൗകികമായ ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയുടെ കാതൽ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായി. അപ്പോ അടിസ്ഥാനപരമായ ആ നന്മ മാറുന്നില്ല എന്ന്. അതെ. നിങ്ങൾ നൽകിയ സ്രോതസ്സുകളിൽ വളരെ രസകരമായ ഒരു ഉപമ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. കൊക്കക്കോള അതിന്റെ ഉപഭോക്താക്കളോട് പെപ്സി കുടിച്ചു നോക്കാൻ ആവശ്യപ്പെടുന്നത് പോലെയോ ആപ്പിൾ ആൻഡ്രോയിഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയോ ആണ് ദൈവം മുൻകാല മതങ്ങളെയും ഗ്രന്ഥങ്ങളെയും താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്ന്. അതായത് സ്വന്തം ഉൽപ്പന്നത്തിൽ അത്രത്തോളം ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് കോമ്പറ്റീറ്ററെ പരീക്ഷിക്കാൻ പറയുന്നു എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഇതൊരു മത്സരമല്ല എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഫിത്ര അഥവാ ആ ആന്തരികമായ കോമ്പസ് ശരിയാണെങ്കിൽ നിങ്ങൾ ഏത് ഗ്രന്ഥം പരിശോധിച്ചാലും അതിൽ എത്രമാത്രം ചരിത്രപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ അടിസ്ഥാനപരമായ സത്യം നിങ്ങൾക്കതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയും. ശരി. മറ്റു പാരമ്പര്യങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് ബാഹ്യമായ അലങ്കാരങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറമുള്ള ഈ യഥാർത്ഥ സന്ദേശം നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നതല്ലേ? സത്യമെന്നത് ഒളിച്ചുവെക്കേണ്ട ഒന്നല്ല, എത്രത്തോളം മാറ്റുരച്ചു നോക്കുന്നോ അത്രത്തോളം തിളങ്ങുന്ന ഒന്നാണ്. തീർച്ചയായും. ആ ഒരു ചിന്ത വളരെ വ്യക്തമാണ്. നമ്മൾ പുറംമോടികളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഈ യഥാർത്ഥ സന്ദേശം കാണാതെ പോകുന്നു. നിങ്ങളുടെ സ്രോതസ്സുകളിലുള്ള സമ്മറി ടേബിൾ നോക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകും. ആ ടേബിൾ ശരിക്കും എന്നെ ആകർഷിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മീയത ഒരു എഞ്ചിൻ പോലെയാണ്. ആ എഞ്ചിൻ കേടാകുമ്പോൾ അത് നന്നാക്കാൻ നമ്മൾ റെഞ്ചാണോ അതോ സ്ക്രൂ ഡ്രൈവർ ആണോ ഉപയോഗിക്കുന്നത് എന്നതല്ലല്ലോ വിഷയം. എഞ്ചിൻ ശരിയാകുന്നുണ്ടോ, വണ്ടി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അതെ അതെ, വളരെ മികച്ചൊരു ഉപമയാണിത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഏത് ടൂളാണ് കൂടുതൽ നല്ലത്, ഏത് ടൂളാണ് സ്വർഗത്തിൽ നിർമ്മിച്ചത് എന്ന് തർക്കിച്ച് ആയുസ് കളയുന്നു. നമ്മൾ ആ എഞ്ചിനിലേക്ക് ശ്രദ്ധിക്കുന്നേയില്ല. ആ ടേബിളിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഈ എഞ്ചിന്റെ മെക്കാനിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്.
ഓരോ ആത്മീയ പ്രവൃത്തിയുടെയും യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ഉള്ളിലെ ഓരോ മാനസിക രോഗങ്ങളെ അല്ലെങ്കിൽ തിന്മകളെ ഇല്ലാതാക്കുക എന്നതാണ്. ആ ടേബിളിലെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? എപ്പോ ആ ടേബിൾ പ്രകാരം ആത്മാർത്ഥത നമ്മുടെ ഉള്ളിലെ കാപഗ്യത്തെ ഇല്ലാതാക്കുന്നു. പ്രാർത്ഥന എന്നത് കേവലം ശാരീരികമായ ഒരു വ്യായാമമല്ല, അത് നമ്മുടെ അശ്രദ്ധയെ മാറ്റാനുള്ളതാണ്. പിന്നെ അറിവ് നേടുന്നത് അജ്ഞതയെ അകറ്റാനും വിനയം അഹങ്കാരത്തെ ഇല്ലാതാക്കാനുമാണ്. ശരിയാണ്. അതുപോലെ മറ്റുള്ളവരെ സേവിക്കുന്നത് സ്വാർത്ഥതയെയും നന്ദി പ്രകടിപ്പിക്കുന്നത് നന്ദികേടിനെയും ഇല്ലാതാക്കുന്നു. ഇതാണ് ഒരു മനുഷ്യനിൽ നടക്കേണ്ട യഥാർത്ഥ ആന്തരികമായ ശുദ്ധീകരണം. പക്ഷേ ഇതിന് വിപരീതമായിട്ടാണ് സമൂഹത്തിൽ കാര്യങ്ങൾ നടക്കുന്നതല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ എവിടെയാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ റമദാനിൽ എത്ര യൂണിറ്റ് പ്രാർത്ഥനയാണ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള തികച്ചും ബാഹ്യമായ കാര്യങ്ങളെ ചൊല്ലി ആളുകൾ തമ്മിലടിക്കുന്നു. അതെ, അതൊക്കെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ. കൃത്യം. ആത്മാർത്ഥതയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, കാരണം അത് ഉള്ളിലാണ്. കുറിപ്പുകൾ ഇതിനൊരു പരിഹാരമായി തഹജ്ജുദ് പോലെയുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് രാത്രിയുടെ ഇരുട്ടിൽ ആരും കാണാതെ രഹസ്യമായി ദൈവത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അതെ, അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം വളരെ ലളിതമാണ്. അവിടെ നമ്മളെ പ്രശംസിക്കാനോ വിലയിരുത്താനോ സമൂഹമില്ല, മറ്റാരെയും കാണിക്കാനില്ലാത്തതുകൊണ്ട് കാപ്പട്യത്തിന് അവിടെ നിലനിൽപ്പില്ല. നമ്മുടെ ഉള്ളിലെ ഈഗോ അഥവാ അഹംക ഇല്ലാതാകാൻ ആരും കാണാത്ത ഇത്തരം പ്രവൃത്തികൾ അത്യാവശ്യമാണ്, അല്ലേ? തീർച്ചയായും. ഈ രഹസ്യമായ പ്രാർത്ഥനകളുടെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ ഈഗോയെ ഇല്ലാതാക്കുക എന്നതാണ്. ആളുകൾ പലപ്പോഴും മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിൽ വലിയ ഭക്തനാണ് എന്ന പേര് കിട്ടാനാണ്. ഈ കുറിപ്പുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണിത്? ദൈവസ്മരണ കൊണ്ടും സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടും നിറയ്ക്കുക. വാവ്, അതൊരു വലിയ ചിന്തയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാകട്ടെ, അന്തിമമായ റിസൾട്ട് ഇതായിരിക്കണം. നമ്മൾ ഇതുവരെ സംസാരിച്ച ആ ബാഹ്യമായ ലേബലുകളെയും ബ്രാൻഡ് ലോയൽറ്റിയെയും പൂർണ്ണമായും തകർക്കുന്ന ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾ അയച്ചു തന്ന സ്രോതസ്സുകളിലുണ്ട്. ഈ സാർവലൗകികമായ സന്ദേശം ഉൾക്കൊള്ളാൻ നമ്മളെങ്ങനെ മുൻവിധികൾ മാറ്റിവെക്കണമെന്നതിന് ഇതിലും മികച്ചൊരുദാഹരണമില്ല. ആ ബുദ്ധസന്യാസിയുടെ കഥയല്ലേ? അതെ. കുറിപ്പുകൾ എഴുതിയ വ്യക്തി തന്റെ സ്വന്തം ജീവിതത്തിൽ നടന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇസ്ലാമിക പ്രാർത്ഥനകൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹം പഠിച്ചത് സ്വന്തം മതത്തിൽ നിന്നുള്ളൊരു പണ്ഡിതനിൽ നിന്നല്ല, മറിച്ച് ഒരു ബുദ്ധസന്യാസിയിൽ നിന്നാണ്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണത്. അതെ, സ്വന്തം മതത്തിലെ പ്രാർത്ഥന കൂടുതൽ മനോഹരമാക്കാൻ തീർത്തും വ്യത്യസ്തമായ ഒരു വിശ്വാസത്തിൽ നിന്നുള്ള ആളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഇതിന്റെ പിന്നിലെ സയൻസ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. ആ ബുദ്ധസന്യാസി പറഞ്ഞുകൊടുത്ത രീതി വളരെ ശാസ്ത്രീയമാണ്. സാധാരണയായി നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥനകൾ ഉരുവിട്ട് പഠിക്കുമ്പോൾ അത് നമ്മുടെ മസിലുകളുടെയും നാവിന്റെയും ഒരു ഓട്ടോമാറ്റിക് പ്രക്രിയയായി മാറുന്നു. നമ്മൾ ചിന്തിക്കാതെ തന്നെ വാക്കുകൾ പുറത്തുവരും. അവിടെ അശ്രദ്ധ കടന്നു വരുന്നു, അല്ലേ? അതെ. പക്ഷെ ആ സന്യാസി പറഞ്ഞത് അൽഹംദു, പിന്നൊരു ചെറിയ പോസ്, ലില്ലാഹി എന്നിങ്ങനെ ഓരോ വാക്കിനും ശേഷം അല്പം സമയമെടുത്ത് അതിന്റെ അർത്ഥം മനസ്സിൽ കണ്ട് സമാധാനത്തോടെ പ്രാർത്ഥിക്കാനാണ്. ഓ, ആ ചെറിയ ഇടവേളകൾ. അതെ, ഈ ചെറിയ ഇടവേളകൾ നൽകുന്നതുവഴി നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ ഓട്ടോ പൈലറ്റ് മോഡ് ഓഫ് ചെയ്യുകയാണ്. വാക്കുകൾക്കിടയിൽ പോസ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധിതരായും ആ പ്രാർത്ഥനയിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകേണ്ടി വരും. ഇത് പ്രാർത്ഥനയുടെ ഗുണനിലവാരം ഒരുപാട് കൂട്ടുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, ശരിക്കും ഗംഭീരമായ ഒരു ടെക്നിക്കാണ്. പള്ളിയിൽ ഇമാം വേഗത്തിൽ പ്രാർത്ഥന തീർക്കുമ്പോൾ ഈ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അല്പം വൈകിച്ചെന്ന് സ്വന്തമായി സമാധാനത്തോടെ പ്രാർത്ഥിക്കാമെന്നൊരു ഉപായവും ആ കുറിപ്പിലുണ്ട്. ഇവിടെ ഗ്രൂപ്പിനൊപ്പം നിൽക്കുക എന്ന സാമൂഹികമായ ആവശ്യത്തേക്കാൾ തന്റെ ഉള്ളിലെ സമാധാനത്തിനും ആത്മാർത്ഥതയ്ക്കുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. സത്യമെന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെയോ മതത്തിന്റെയോ മാത്രം കുത്തകയല്ല എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഒരു സന്യാസിയുടെ ഉപദേശം ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനയെ മെച്ചപ്പെടുത്തുന്നതെങ്കിൽ അവിടെ ബ്രാൻഡുകൾക്കെന്ത് പ്രസക്തിയാണുള്ളത്? യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ അയച്ചു വന്ന ഈ സ്രോതസ്സുകളിലൂടെ നമ്മൾ നടത്തിയ അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ കുറിപ്പുകൾ, സന്ദേശങ്ങൾ, താരതമ്യ പഠനങ്ങൾ എന്നിവയെല്ലാം നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. മതം എന്നത് നമ്മൾ പുറമേ കാണിക്കാൻ വേണ്ടി അണിയുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അല്ല എന്ന്. അതെ, അത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആദം പ്രവാചകന്റെ കാലം മുതൽ
ഇക്കാലം വരെയുള്ള എല്ലാ സന്ദേശങ്ങളുടെയും കാതൽ, കാരുണ്യം, ഉത്തരവാദിത്തം, പിന്നെ നമ്മൾ വളരെ വിശദമായി സംസാരിച്ച ആ ആന്തരികമായ ശുദ്ധീകരണം എന്നിവയാണ്. പുറംമോടികളിൽ മയങ്ങി സ്വന്തം ഗ്രൂപ്പിനെ ആരാധിക്കാതെ ഈ യഥാർത്ഥ സന്ദേശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ കുറിപ്പുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ അറിവുകൾ നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങളെയും പ്രവൃത്തികളെയും ഒന്നുകൂടി ആഴത്തിൽ വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ആത്മീയ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളോട് തന്നെ ഒരു നിമിഷം ചോദിക്കുക, ഞാനിത് ചെയ്യുന്നത് സമൂഹത്തിൽ എനിക്കൊരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയാണോ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ, അതോ എന്റെ ഉള്ളിലെ കാപട്യവും അഹങ്കാരവും ഇല്ലാതാക്കി യഥാർത്ഥ ആന്തരിക മാറ്റത്തിനു വേണ്ടിയാണോ? അതെ, ആ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസം അടങ്ങിയിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണിത്. അവസാനമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ നൽകിയ ഈ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. എന്താണത്? ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളെല്ലാം, അവ എത്ര വ്യത്യസ്തമാണെങ്കിലും, അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഈഗോ ഇല്ലാതാക്കാനും പരസ്പരം സേവിക്കാനും കാപട്യമില്ലാത്ത ഉള്ളിലെ സമാധാനം കണ്ടെത്താനുമാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഒരു മനുഷ്യന്റെ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന, ഏറ്റവും കരുണയുള്ളതായിരിക്കുന്ന അവസ്ഥയാണത്. ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇത് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത്? ഈ സാർവലൗകികമായ സത്യങ്ങൾ കണ്ടെത്താനും അത് ഉൾക്കൊള്ളാനും മനുഷ്യന്റെ തലച്ചോർ പ്രത്യേകമായി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുകയാണോ? അതായത് നമ്മൾ മതം അല്ലെങ്കിൽ ആത്മീയത എന്ന് കാലാകാലങ്ങളായി വിളിക്കുന്നത് മറ്റൊന്നുമല്ല, മറിച്ച് മനുഷ്യന്റെ ഏറ്റവും മികച്ച മനഃശാസ്ത്രപരമായ അവസ്ഥയുടെ, ആ പീക്ക് സൈക്കോളജിക്കൽ സ്റ്റേറ്റിന്റെ മറ്റൊരു പേരു മാത്രമാണോ? അതൊരു വലിയ ചിന്താവിഷയമാണ്. അതെ. നിങ്ങളിതൊന്ന് സ്വന്തമായി ചിന്തിച്ചു നോക്കുക. അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആ സ്പോർട്സ് ജാക്കറ്റ് എടുത്തണിയുമ്പോൾ നിങ്ങൾ വെറുതെ പോസ് ചെയ്യുകയാണോ, അതോ ശരിക്കും ഓടാൻ തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കുക. മറ്റൊരു മികച്ച വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.